അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബോട്ടിൽ ആർട്ടിനായാലും അല്ലെങ്കിൽ വേറെ എന്ത് ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കാനായാലും ഒന്നും കൂടെ ഭംഗി കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലത്തെ ബീഡ്സ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ പല ഡെക്കറേറ്റീവ് ഐറ്റംസും യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഈ ഒരു ബീഡ്സ് നമുക്ക് മേടിക്കാൻ കിട്ടും, പക്ഷെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ കുറച്ച് ക്വാണ്ടിറ്റിയേ കിട്ടുള്ളൂ. അപ്പോൾ ഇത് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് കുറേ റിക്വസ്റ്റ് ആയിട്ട് എനിക്ക് കമൻസിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബീഡ്സ് എങ്ങനെയാണ് ഉണ്ടാക്കണതെന്ന് നമുക്ക് നോക്കിയാലോ. വളരെ സിമ്പിളായിട്ട് വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കണ്ടിട്ട് വരാം. ഫസ്റ്റ് ഞാനൊരു കുഞ്ഞു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. ഞാൻ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ബീഡ്സ് ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ. ഇതിനകത്തേക്ക് കുറച്ച് ഫെവിക്കോളും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഡെക്കോപേജ് ടെക്സ്ചറിൻ്റെ ആ ഒരു റേഷ്യോ ആണ് കേട്ടോ, 2:1. പക്ഷെ ഞാനിവിടെ മെഷർമെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല, ഏകദേശം ഒരു കണക്കിൽ അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുത്തതാണ്. ഇനി ഇത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അങ്ങനെ ഫെവിക്കോളും വാട്ടറും കൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ന്യൂസ് പേപ്പർ യൂസ് ചെയ്യാം. പക്ഷേ ന്യൂസ് പേപ്പർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കി എടുക്കുക. എന്നിട്ട് കുറച്ച് ക്ലിയർ വാട്ടറിൽ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണം. മാക്സിമം ഒരു 1 hour വെച്ച ശേഷം നല്ലോണം പിഴിഞ്ഞെടുക്കുക. പിഴിഞ്ഞെടുത്തിട്ട് അതിനകത്തേക്ക് ഫെവിക്കോൾ മാത്രം ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അങ്ങനെയാണ് പേപ്പർ ക്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്താലേ നമുക്ക് നല്ലൊരു ഫിനിഷിങ് കിട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ന്യൂസ് പേപ്പറിനേക്കാളും ടിഷ്യൂ പേപ്പറാണ് നമുക്ക് ഒന്നും കൂടെ ചെയ്യാൻ ഈസി. ടിഷ്യൂ പേപ്പർ വളരെ തിന്നാണല്ലോ, അപ്പോൾ പെട്ടെന്ന് മിക്സിംഗ് ഒക്കെ പെട്ടെന്ന് കഴിയും. ഞാൻ എടുത്ത ഫെവിക്കോളിൻ്റെ മിക്സ് ഏകദേശം 1 teaspoon വെള്ളം ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഒരു 1/2 teaspoon ഫെവിക്കോളും ഉണ്ടാവും. അത്രയും ക്വാണ്ടിറ്റിയിൽ എനിക്ക് 2 ടിഷ്യൂ പേപ്പർ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ മിക്സിംഗ് ഒക്കെ കറക്റ്റായിട്ട് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിട്ട് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം കേട്ടോ, റൗണ്ട് ആക്കാം, സ്ക്വയർ ആക്കാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാനൊന്നും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് കഴിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടാണ് എടുക്കുന്നത്. പിന്നെ കൈൻ്റെ അടിയിൽ വെച്ചിട്ട് നല്ലോണം ഉരുട്ടിയെടുക്കണം കേട്ടോ, എന്നാലാണ് ഇതിൻ്റെ ഔട്ടർ പോർഷൻ നല്ല സോഫ്റ്റും ഫിനിഷിങ്ങും ആയിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഈ ഒരു ക്ലേ മൊത്തം ഉരുട്ടിയെടുക്കുക. ഞാൻ ഡിഫറെൻറ്റ് സൈസിലാണ് ചെയ്ത് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം ഉണക്കാൻ വേണ്ടി വെക്കണം. ഏകദേശം ഒരു ദിവസമെങ്കിലും ഉണക്കാൻ വേണ്ടി വയ്ക്കുക. അങ്ങനെ ഇത് നല്ലപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സാധാ ബീഡ്സ് പോലെ തന്നെ കൈനകത്ത് കിടന്ന് നല്ലോണം ഉരുണ്ട് കളിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് പെയിൻറ്റ് ചെയ്തിട്ടെടുക്കാം. പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ആക്രിലിക് കളർ തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത്. ഇപ്പോൾ ആക്രിലിക് കളറിനേക്കാളും ഒന്നും കൂടെ ഭംഗി ഉണ്ടാവുക പേൾ കളേഴ്സ് യൂസ് ചെയ്യുമ്പോഴാണ് കേട്ടോ. ഇതേപോലത്തെ പേൾ കളേഴ്സ് യൂസ് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടെ ഭംഗി ഉണ്ടാവുക. ഈ ഒരു പേൾ കളർ യൂസ് ചെയ്തവർക്ക് അറിയാം, കുറച്ചും കൂടെ ഷൈനിങ് കൂടുതലാണ് പേൾ കളേഴ്സിന്. പിന്നെ ബോൾസ് പെയിൻറ്റ് ചെയ്തിട്ട് എടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള പണിയാണ്. കുറച്ച് പെയിൻറ്റ് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഉരുട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈസി ആയിട്ട് പറ്റും. ഞാനിപ്പോൾ ഒരു കത്രിക ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഒന്ന് ഹോൾഡ് ചെയ്ത് പിടിക്കുന്നുണ്ട്. എന്നിട്ട് പെയിൻറ്റ് ചെയ്യുമ്പം നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോഴേക്കും നമുക്ക് കുറച്ച് പേര് എൻ്റെ അടുത്ത് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫ്രണ്ട്സ് അംന, ഫിദ, റീന അന്തോണി, ഗായത്രി, ഹർഷിത, അഫീദ, അഫീഫ. പിന്നെ വാട്സപ്പിൽ കുറച്ച് പേര് പറയാൻ പറഞ്ഞിരുന്നു, പക്ഷേ ക്ലിയർ ചാറ്റ് ചെയ്തപ്പോൾ എല്ലാം പോയി. അവരോടൊക്കെ ഞാൻ സോറി പറയാണ്. അങ്ങനെ ബോൾസിനെല്ലാം ഞാൻ ഡിഫറെൻറ്റ് കളേഴ്സ് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉണക്കിയെടുത്തു കേട്ടോ. ഉണങ്ങിയെടുക്കാനൊരു 3 to 4 hours എന്തായാലും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും കൂടെ ഒന്ന് ഷൈനിങ് കൂട്ടണമെങ്കിൽ ഇതുപോലത്തെ ഗ്ലിറ്റേഴ്സ് യൂസ് ചെയ്തിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. പെയിൻ്റ് അല്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഒരിത്തിരി ഷൈനിങ് കൂടി കിട്ടും. അതല്ല നല്ല ഗ്ലിറ്റർ ആയിട്ടുള്ള ബോൾസാണ് വേണമെങ്കിൽ കുറച്ച് ഫെവിക്കോൾ എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ ഫസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള ആ ബോൾസ് ഇല്ലേ, പേപ്പർ ബോൾസ്, പെയിൻറ്റ് ചെയ്യാത്തതാണ് കേട്ടോ, അത് ഈ ഒരു ഫെവിക്കോളിനകത്തേക്ക് മിക്സ് ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ ഒരു ഗ്ലിറ്റർ പൗഡർ എടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഈ ഗ്ലിറ്ററിലേക്ക് നമ്മൾ ഈ ബോൾസൊക്കെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുക.
ഇങ്ങനെ ചെയ്യുമ്പം ഈ ഗ്ലിറ്റർ എല്ലാം ഈ ബോൾസിൽ നന്നായിട്ട് സ്റ്റിക്കാവും. എന്നിട്ട് ഡ്രൈ ആയി കഴിഞ്ഞാൽ നല്ല ഗ്ലിറ്റർ ആയിട്ടുള്ള ബോൾസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. ഗ്ലിറ്റർ പൗഡർ പല കളേഴ്സിൽ വരുന്നുണ്ട്. ഇഷ്ടമുള്ള കളേഴ്സിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ലൈറ്റിൽ ഷൈനിങ് അത്രയുണ്ട് വരുന്നില്ല, എന്നാലും നല്ല ഷൈനിങ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതേ നമ്മൾ ബോൾസൊക്കെ റെഡിയായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവർക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.